സൈഡ് വരാമോ? ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ ഫൈറ്റൊക്കെ? ഷാജി കൈലാസിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. സാർ നന്നായിട്ട് നമ്മുടെ പഴയ എന്തുവാ ഷാജാൻ്റെ പടമായിട്ട് പിന്നെ ജോയിച്ചേട്ടൻ ഇത്രയൊക്കെ ഉള്ളൂ. ജോയിച്ചേട്ടൻ്റെ പണിക്കാൻ തന്നെയാണ്. ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും സാധനം പറയുകയാണെങ്കിൽ ഇതിലുണ്ടോ? അവരുടെ വർക്ക് ചെയ്യാൻ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കുറെ റിയലായിട്ട് കണ്ടപ്പോൾ എങ്ങനെ തോന്നി തിയേറ്ററിൽ? ഓഡിയൻസിനെ കൂടെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഓഡിയൻസിനെ കണ്ടപ്പോൾ എങ്ങനെ നമ്മുടെ ചേച്ചി കലക്കിയിട്ടോ അടിപൊളിയായിട്ടായിരുന്നു. അതല്ലേ സിനിമയോട് പ്രതിബദ്ധതയുള്ളവരും സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. വരവ് തന്നെയായിരുന്നു. ഒരു വരവാണ്. അടിപൊളി ഗംഭീരം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ സൂപ്പറായിരിക്കും. അല്ല ചേട്ടനാണെങ്കിൽ ബ്ലോക്ക് സ്റ്റാർ ആയിരിക്കും. നല്ല സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ അടിപൊളി കാണേണ്ട പടം തന്നെ. തീർച്ചയായും ഒരു മാസ് വരവ്. ഷാജി കൈലാസ് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവണം അത് ഫുൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ജോജുവിൻ്റെ ഇടി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച രീതിയാണ്. നമ്മൾ നന്നായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനത്തെ ഇടിക്ക് വേണ്ടി. അങ്ങനത്തെ ഇടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടല്ലോ പടം കണ്ടില്ലേ? നല്ല സിനിമയാണ്. കണക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുമായിട്ട്. കണക്ട് ചെയ്യുന്നൊരു അത്യാവശ്യം ഒരു ഇമോഷണൽ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആവശ്യത്തിന് ഇടിയുണ്ട്. കിൻഡൽ ഇടിയായിരുന്നു. കിൻഡൽ ഇടിയാ. എന്നാൽ ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് ഷാജി കൈലാസ് പടത്തിൻ്റെ ഒരു ഇടിയാണ്. ജോജുവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ഗംഭീരമായിട്ട് പടത്തിലുണ്ട്. അതിൻ്റെ തന്നെ കണ്ടന്റ് കണക്ട് ചെയ്യുന്ന അർജുൻ്റെ ആയാലും അർജുൻ സാന്നിധ്യങ്ങളുള്ള റൊമാൻറ്റിക് പോർഷൻസും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു സിനിമയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. മൂവിനെ പറ്റിയിട്ട് എല്ലാവരും ദയവ് ചെയ്ത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലേ ആ കിൻഡലടിക്കൊരു ഗുണം കിട്ടുള്ളൂ. അവിടെ എവിടെയും പോയിരുന്നിട്ട് ഒരു കാര്യമില്ല. വരവ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഷാജി കൈലാസ് ടീമിൻ്റെ അടിപൊളി പടമാണ്. ജോജുവിൻ്റെ ഓരോ ഇടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വരും. ഒരു ഇടിയും പഴയിട്ടില്ല. ഒരിക്കലും പഴയിട്ടില്ല. എല്ലാ ഇടിയും നമുക്ക് നല്ല റൂട്ട് 15 ഹോം സ്റ്റേ. പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. അതുപോലെ ഉയരിന് ശേഷം ഞങ്ങളുടെ കുട്ടു വളരെ ഗംഭീരമായിട്ട് ചെയ്തൊരു സിനിമ. അപ്പം അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. മിത്തു എന്ന് പറയുന്നത് നമ്മുടെ കുട്ടുമായിരുന്നു. മിത്ര സഞ്ജയ്. അപ്പോൾ എന്തായാലും ജോജുവിൻ്റെ വരവും അതിഗംഭീരമായി. എല്ലാവരും ഈ സിനിമ കാണാം. കുറച്ച് സ്റ്റണ്ട് സീൻസ് ഒക്കെ ഉണ്ട്. കിൻഡലിടി അടിപൊളിയാണ്. ജോജുകളും കിൻഡലിടി അല്ലേ? അതൊന്ന് പറഞ്ഞേ. പോയി കാണാം. അവനിക്കുട്ടി എങ്ങനെയുണ്ട് മിത്തുവിനെ പടം കണ്ടപ്പോൾ? എനിക്കറിയില്ല. എല്ലാവരും പോയി സിനിമ കാണാൻ എക്സ്പീരിയൻസ് ചെയ്ത മൂവിയാണ്. നല്ല സൈഡ് സീൻസ് ഒക്കെയാണ്. എല്ലാവരും പോയി കാണാം അല്ലേ? അവനിക്കുട്ടി ഷാജി കൈലാസ് സാർ അത് മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഈ പടമൊക്കെ. ഞാൻ അഭിനയിച്ച പടമാണ് കമ്മീഷണർ, സുരേഷ് ഏട്ടനും ഇവരൊക്കെ ഇടിച്ച് തീർത്ത പടങ്ങളാണ്. ഇപ്പം ന്യൂ ജനറേഷൻ വരുന്ന പടം പോലെ തന്നെ അടിച്ച് പൊളിച്ച് വരവ് വന്നിട്ട്. വാണി വിശ്വനാഥിന്റെ കൂടെയുള്ള ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചുവരവാണ്. നമ്മൾ IPS വന്ന ആദ്യം ഒരു ലേഡിയെ ചിന്തിക്കുക വാണി വിശ്വനാഥ്.
വാണി സാർ തന്നെയല്ലേ. അപ്പോൾ ആ ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരു പോലീസാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാജി കൈലാസ് ഈ ടീമിൻ്റെ കൂടെ ഒക്കെ ഒരു ആക്ഷൻ ചെയ്യാനുള്ള വലിയൊരു ഭാഗ്യം. ഓക്കെ, താങ്ക് യു. എന്താ മോനെ എന്നാ ഉണ്ട് മൊത്തത്തിൽ വരവ് എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസ് ടീമിന്റെ വരവ് ഒരു പ്രത്യേകിച്ച് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഷാജി കൈലാസ് സാറ്, ഒരു നടൻ ജോജു ജോർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇതുപോലെ ഇടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇടിയായി പോലെ ഇവിടെ കിടന്നങ്ങ് ഇടിക്കുക. പക്ഷെ നിങ്ങൾ തിയേറ്ററിലാണ് പുറത്തെ ഇവിടുന്ന് കാണരുത്. തിയേറ്ററിൽ വന്ന് കണ്ടാൽ മാത്രമേ ഈ ഇടിയുടെ ശക്തി കിട്ടുള്ളൂ, പവർ കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഷാജി കൈലാസ് സാറിന്റെ പടം തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് വരവിനെ നല്ല പോലെ തന്നെ വരവാക്കി. ഇടിക്കാൻ തോന്നിയോ പടം കണ്ടിട്ട്? ഇവിടെ നല്ല സിനിമ ഇടിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചിലവരൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് അടുത്ത് വന്ന് നിൽക്കും, എന്നെ ഒന്ന് തല്ലിക്കൂടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ തൽക്കാലം പുരുഷന്മാർക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നതുകൊണ്ട് ഇന്ന് വരെ ഒരു പുരുഷനെയും തല്ലിയിട്ടില്ല. തല്ലി അവരെ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ആരെന്തൊക്കെ പറഞ്ഞാലും പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് മേടിച്ച് കെട്ടരുത്. അപ്പൊ എന്തായാലും നോക്ക്, നിങ്ങളൊരു കാര്യം പറഞ്ഞു, കമ്മീഷണർ FIR ഇതുപോലെ ഒരുപാട് പടം ഈ ഷാജി കൈലാസ് സാറിന്റെ ഈ പടം അടിപൊളി ഫാമിലിയും കൂടെ ഉള്ള പടമാണ്. എല്ലാവരും കാരണം ഫൈറ്റ് കാര്യങ്ങളും പിന്നെ നമ്മുടെ അർജുന ചേട്ടൻ്റെ കൂടെയുള്ള അഭിനയം അതൊക്കെ എന്തായാലും വ്യത്യസ്തമാണ്. അത് തന്നെ ഇടി തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ചില ആൾക്കാർ ഇപ്പോൾ ഏതും പറയാവുന്നൊരു സംഭവമുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ. അപ്പോൾ ഇതിൽ പറയുന്ന കഥയെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരാളെ പറ്റി അപകീർത്തിപ്പെടുത്തി പറഞ്ഞാൽ തിരിച്ച് എപ്പോഴും ഇടി കിട്ടും. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ മോശമായിട്ടൊക്കെ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ തിരിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒരു വരവ് വരും. മനസ്സിലായോ? കാരണം നമ്മൾ ജോജു ജോർജിന്റെ ആ ഒരു വില്ലങ്കര കഥാപാത്രം കണ്ടപ്പോൾ എനിക്ക് അഭിനയിക്കാനല്ല ജീവിക്കാൻ തോന്നി. കാരണം ചില കാര്യങ്ങളിൽ എന്താ പറയുക, ചില എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ ചെയ്യണം ശരിക്കും പറഞ്ഞ ആൾക്കാർ. മനസ്സിലായോ? കാരണം അത്ര രീതിയിലല്ലേ ആക്രമിക്കുന്നത്. കാരണം ചില ആൾക്കാർ കൂടെ നടന്നിട്ട് പേര് പറയുന്നില്ല, 500 രൂപ തരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കൊടുക്കുന്നത് 4000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം പേയ്മെൻറ്റ് പലർക്കും കൊടുക്കുന്നത്, ഇവരെപ്പോഴുള്ളവർക്ക് പോലും. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, ഇവരെപ്പോലെ ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മളെ ഒരാളെ ഇല്ലാണ്ടാക്കാൻ നോക്കിയാൽ തിരിച്ച് ഇല്ലാണ്ടാക്കാൻ നോക്കാൻ പറ്റും. കാരണം സിനിമ ഒരു കഥയാണ്. പക്ഷേ റിയൽ ലൈഫിൽ എനിക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കാൻ പാടില്ല. ഷാജി കൈലാസ് മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് ഒരു ഭാഗ്യം അല്ലേ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോഴത്തേക്ക് അത് ഷാജി സാറിൻ്റെ ഡയറക്ഷനിലാകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പ്രശ്നമാണ്. സാറ് വന്ന് പ്ലസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അടിപൊളി മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്നത് കാണാം. താങ്ക് യു. ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അപ്പം എന്താണ് കൂടുതൽ പറയാനുള്ളത്? പടം കണ്ടു ഇറങ്ങി ഓണം തൂക്കുമോ? എനിക്കറിയില്ല, അത് എല്ലാവരുടെയും പെർസ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. എല്ലാവർക്കും കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നന്നായിട്ടുണ്ട്. ശരിക്കും എല്ലാവർക്കും അടിപൊളി കാണണം. ഹൈ റേഞ്ച് സീക്വൻസ് ആണ്. ആക്ഷൻ വിത്ത് മാസ്. ഷാജി കൈലാസ് സാറിനും കൂടി ആയതുകൊണ്ട് അതിനകത്തൊരു മാസ് എലമെൻറ്റും ഉണ്ടാവും. സോ അത് കണ്ടുകൂടി കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫാമിലിയുടെ ഡ്രാമ അങ്ങനത്തെ സംഭവം ഫാമിലിക്ക് പറ്റുന്നത്. ക്ലൈമാക്സ് കണ്ടിട്ട് ഞെട്ടിയോ? എല്ലാവരും 5 പേരൊക്കെയാണ് കൊന്ന് കാട്ടിൽ. എല്ലാവരും വന്ന് കാണും. ഓക്കെ. എല്ലാവരും കാണണം. നല്ലൊരു മാസ് പടമാണ്. ഈ മോള് ഒരു എന്താ പറയുക ചെറുപ്പകാലം അവതരിപ്പിച്ചൊരു അല്ലേ എന്താ സുനി ചേച്ചിന്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഷാജി സാറിൻ്റെ പുറത്ത് കിട്ടിയതില്ല രണ്ടുപേരും അല്ലേ. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആണ്. പേര് അമൃത. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വരവ് നല്ലൊരു സിനിമയാണ്. ഞങ്ങൾ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ജോയിച്ചേണ്ട ഒരു പെർഫോമൻസ് ഷാജി കൈലാസ് സാറിൻ്റെ പടം അതേപോലെ ഒരുപാട് പടത്തിലുണ്ട്. പക്ഷേ ഈ പടത്തിൽ വേറെ ലെവലാണ്. രണ്ട് വാക്ക് ഫിലിമിനെ പറ്റി. ഒരുപാട് സന്തോഷം. സെക്കൻഡ് സോ അതിനകത്ത് മറ്റൊരു മാസ് എലമെൻസ് സർവേ ആയതുകൊണ്ട് ഒരു ആക്ഷൻ കുറേ ഫാമിലി ഡ്രാമയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഫാമിലിക്ക് പറ്റുന്ന ഒരു മൂവിയാണ്. പ്ലസ് ലീഡിങ് ആണ്.
എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു ഫോട്ടോ എന്താ പറയുക, പ്രൗഡാണ്. ഇനിയും വരട്ടെ. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. പിന്നെ ഷാജി കൈലാസ് സാറിൻ്റെ മുമ്പിൽ വന്നൊരു പടമാണ്, അടിപൊളിയാണ്. ഇടിപ്പടം, ഒരു സെറ്റ് ഓഫ് സ്റ്റോറി ഉണ്ട്, നല്ല ഇമോഷൻസ് എല്ലാം ഫോളോ ചെയ്ത് പോകുന്നൊരു കഥ. ഇത് ഇഷ്ടമാണോ? ഇടി അതെ, ജ്യോതി ചേട്ടനും ഇപ്പം നമുക്ക് ഷാജി സാറിന് കൂടുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും നമുക്ക് കിട്ടുക. ആ എക്സ്പെക്ട് ചെയ്ത സെയിം സാധനമാണ്. ഇമോഷണൽ റിവെഞ്ചാണ് ചോദിച്ചുകൊണ്ട് ഇപ്പോഴുള്ള പോലെ റെഡി റെഡി പോകാം. എല്ലാം ഉണ്ട് എന്തായാലും. പിന്നെ നമുക്കറിയാം ഷാജി കൈലാസ് എന്ന് പറയുന്നത് അത്രയും ലെജൻഡറി ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അത്രയും ലോങ് ടൈം എക്സ്പീരിയൻസ് ഉണ്ട്. അടിപൊളിയാണ്. ഷോ ആയിട്ടാണ് ഫിലിം പോകുന്നത്. അതന്നെയാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ പറയാൻ പറ്റില്ല. അത് കണ്ട് നമുക്കാണെങ്കിൽ ഒരു അടി കൊടുക്കാൻ തോന്നും. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വലിച്ച് പോകുന്നത്. സോ അതേ കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യും. എല്ലാവരും കാണാം, സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയാക്കുക. അടിപൊളി മൂവിയാണ്. ഷാജി സാറിൻ്റെയും ജോജു ജോർജിൻ്റെയും ഒരു ഫസ്റ്റ് കോംബോ ആണ്. നന്നായിട്ടുണ്ടായിരുന്ന ഒരു ഇടിപ്പടമാണ്, ഒരു കിൻഡിൽ ഇടിയാണ്. നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ഇടിക്ക് പിന്നിൽ, അതായത് കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ മാത്രമല്ല, അതിൻ്റെ ഓരോ ആക്ഷനും പിന്നിലും ഇമോഷൻസും സ്റ്റോറിയും എല്ലാം ഉണ്ട്. സോ മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ മൂവിയിൽ ഞാനും ചെറിയൊരു പാർട്ടാണ്, ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കാണാം. താങ്ക് യു.